മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയേക്കാണ്. സോ അതൊരു വേണ്ടായിരുന്നു എന്ന് ഈ ഞാൻ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും പറയും. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് മലയാള സിനിമ വലിയ നാണക്കേടിലാണ്. പക്ഷേ അതല്ല, സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ലിസ്റ്റിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചതെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ദിവസം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ലിസ്റ്റിന്റെ ഒരു ചിത്രത്തിന്റെ ഒരു പ്രൊമോഷനിടയിലാണ് ലിസ്റ്റൻ സ്റ്റീഫൻ ഇങ്ങനെ പറയുന്നത്. അതൊരു മലയാള സിനിമയിലെ മുൻനിര നടനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. പതിറ്റാണ്ടായിപ്പോൾ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടൻ അല്പം ക്ഷീണിച്ചു നിൽക്കുകയാണിപ്പോൾ. അയാൾ എന്താണ് പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, ലിസ്റ്റൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചിത്രം, അതിൽ ഈ നടൻ എന്തായാലും അഭിനയിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ ഷെഡ്യൂൾ തുടരുന്നിടയിൽ മറ്റൊരു സിനിമയുടെ ഷെഡ്യൂളിലേക്ക് ഈ നടൻ ജോയിൻ ചെയ്തു. അത് സാധാരണ ഈ സിനിമയിലൊന്നും നമ്മൾ കണ്ടുവരുന്നതല്ല. ഒരു പ്രൊഡ്യൂസർക്ക് ഡേറ്റ് കൊടുത്താൽ ആ ഷെഡ്യൂൾ പൂർത്തിയാക്കിയ ശേഷമാണ് അടുത്തതിലേക്ക് പോകുള്ളൂ. പക്ഷെ പിന്നീട് പറഞ്ഞുറപ്പിച്ച് അവർ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്, മറ്റൊരു സിനിമയുടെ ഏതെങ്കിലും സീൻ ഷൂട്ട് റീഷൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളോ ഡബ്ബിങ്ങിനൊക്കെ വേണ്ടി 1-2 ദിവസം അവധിയെടുത്ത് പോകുന്നല്ലാതെ ഇങ്ങനെ ഒരു കബളിപ്പിച്ചുകൊണ്ട് പോകുന്ന രീതി അത് മലയാള സിനിമയിൽ കണ്ടുവരുന്നതല്ല. അതുകൊണ്ടാണ് ലിസ്റ്റൻ സ്റ്റീഫൻ ഇങ്ങനെ താക്കീതെന്ന വണ്ണം ഇത്തരത്തിൽ ഒരു വാക്ക് പറയാനുള്ള കാരണം. ഈ നടൻ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി മലയാള സിനിമയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും അദ്ദേഹം സ്വന്തമായി പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി, സ്വന്തമായി ചില ബിസിനസ്സുകളിലേക്ക് ഏർപ്പെട്ടു. പക്ഷേ അതൊക്കെ വലിയ സാമ്പത്തികമായി പ്രശ്നങ്ങളായി. തുടർച്ചയായിട്ടുള്ള പരാജയങ്ങളെ തുടർന്ന് ഈ തിയേറ്റർ ഉടമയ്ക്കൊക്കെ വലിയ പൈസ കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഈ ലിസ്റ്റിന്റെ പടം ഇടയ്ക്ക് വെച്ച് നിർത്തിവെച്ചുകൊണ്ട് ഒരാഴ്ചത്തെ അവധി ചോദിച്ചു എന്നാണ് നടനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ അതിലിപ്പോഴും ഒരു സ്ഥിരീകരണം നടനിൽ നിന്ന് നേരിട്ട് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആ പേര് ഇപ്പോൾ നമ്മൾ പറയാത്തതും. ആ ഒരു ആഴ്ചത്തെ ഷെഡ്യൂൾ ബ്രേക്ക് എടുത്താണ് മറ്റൊരു സിനിമയുടെ ഒരു ഷെഡ്യൂളിലേക്ക് നടൻ ജോയിൻ ചെയ്യുന്നത്. ആ പ്രൊഡ്യൂസറിൽ നിന്ന് നേരത്തെ തന്നെ 1 കോടി രൂപ അഡ്വാൻസ് അടക്കം ഈ നടൻ വാങ്ങിച്ചിരുന്നു. അതുകൊണ്ട് ഈ സാമ്പത്തികമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്തു പോകണം, ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കണം. സാമ്പത്തികമായിട്ട് നിലവിൽ അയാൾ നേരിടുന്ന പ്രശ്നത്തെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഡിസിപ്ലിനറി അല്ലാതെ, അതായത് ഒരു തരത്തിൽ മലയാള സിനിമയിൽ സാധാരണ നടന്മാർ ചെയ്യാത്തൊരു കാര്യം, അച്ചടക്കമില്ലാത്ത ഒരു പ്രവൃത്തിയിലേക്ക് ഈ നടൻ പോയതെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ലിസ്റ്റിന് അതുകൊണ്ട് തന്നെയാണ് ഒരു താക്കീതവണ്ണം അത്തരം ഒരു ഉറച്ച ഭാഷയിൽ എല്ലാവരും. ഇപ്പം നിങ്ങൾ കേട്ടതെന്ന് പറഞ്ഞാൽ, ലിസ്റ്റിൻ കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ തൻ്റെ തന്നെ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്. ഇത് കണക്കൊരു നടനുണ്ടെങ്കിൽ കുറേയധികം അബദ്ധത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആരാണ് ആ നടൻ എന്നുള്ള കാര്യം ഭയങ്കരമായിട്ട് ആൾക്കാർ തിരക്കിക്കൊണ്ടിരുന്നതാണ്. അതിനുശേഷം മീഡിയസും കാര്യങ്ങളും ഒക്കെ അതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ പിന്നെ കണ്ടിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ഇതുവരെ പേരോ ഒന്നും തന്നെ വെളിയിൽ വന്നിട്ടില്ല ആ ഒരു നടൻ ആരാന്നുള്ള കാര്യം. പക്ഷേ എന്നിരുന്നാൽ പോലും അറിയാൻ സാധിച്ചിട്ടുള്ളത് അത് നിവിൻ പോളി തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഒരു വാർത്തയിൽ പറയുമ്പോൾ തന്നെ അവർ തിരക്കിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഭയങ്കരമായിട്ട് താന്ന് നിൽക്കുന്ന, ശോഷിച്ച് നിൽക്കുന്ന ഒരു നടനാണ് എന്നുള്ളൊരു കാര്യം. അങ്ങനെ പറയുമ്പോഴത്തേനും ഇപ്പം നിവിൻ പോളി മാത്രമേ ഉള്ളൂ ഭയങ്കരമായിട്ട് അധികം ഹിറ്റോ ഒന്നും തന്നെ കൊടുക്കാൻ നിൽക്കുന്ന ഒരു നടൻ. അപ്പം ആ ഒരു നടനെയാണ് ഇന്ന് നിവിൻ പോളി തന്നെയാണ് എന്നുള്ള ഒരു കാര്യം ആൾക്കാരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട്. അത് ചിലപ്പോൾ സത്യമാവും, പക്ഷേ ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളൊരു കാര്യം, എന്താണ് ലിസ്റ്റിനുമായിട്ടുള്ള ഇഷ്യൂ ഉള്ള കാര്യമാണ് മീഡിയയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതേ കണക്ക് പടത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് വേറൊരു പടത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് ഒരിക്കലും പറയാതെയാണ് പോയേക്കുന്നത്. ഈ ഒരു പ്രശ്നമാണ് ലിസ്റ്റിന് അവിടെ ഉദ്ദേശിച്ചത്. അവിടെ അങ്ങനെ പറയാനുണ്ടായ കാരണമെന്നാണ് ഇപ്പം പറഞ്ഞേക്കുന്നത്. സോ എന്തായാലും ഇതുവരെ കൺഫർമേഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും നിവിൻ പോളിയാണെന്ന് ഉറപ്പിക്കാവുന്ന രീതിയിലാണ് മീഡിയസ് എല്ലാം തിരക്കിയിട്ട് ഇതേ കണക്ക് റിപ്ലൈസും കാര്യങ്ങളും ഇതുപോലെ മീഡിയ ന്യൂസൊക്കെ വിട്ടേക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കാര്യം ചിലപ്പോൾ ലിസ്റ്റിൻ അടുത്ത ഇൻ്റർവ്യൂ എന്തെങ്കിലും കൊടുക്കുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് തുറന്ന് പറയുന്നതായിരിക്കും. അങ്ങനെ ഉള്ളപ്പോൾ അത് കൺഫർമേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ഏത് നടനായാലും, അതിപ്പോൾ നിവിൻ പോളി ആരായാലും അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ആക്ഷനോ കാര്യങ്ങളോ എടുക്കേണ്ടതാണ്. എന്തായാലും ശരി, അതെന്താണെന്നുള്ളത് മുന്നോട്ട് പോകുമ്പോഴത്തേനും എന്തായാലും ലിസ്റ്റ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഇതിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടുന്നതായിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. സോ മറക്കാതെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ഓക്കെ, ബൈ.